കർത്താവ് ഈ വചനത്തിൽ കാണാം, ഒരു കഴുതയെ ഉപയോഗിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, മൃഗത്തെ ഉപയോഗിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. കർത്താവിന് പ്രസംഗിക്കാൻ ഒരു മുക്കുവന്മാരെ ഉപയോഗിച്ചത്. മുക്കുവന്മാരും ആരും പോയി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരാളുടെ പഠനമോ ഒരാൾ എത്ര കൊല്ലം ഇന്നടുത്ത് പഠിച്ചെന്നോ ഇതൊന്നും അല്ല ഇവിടെ കാരണം. ആ വ്യക്തി വീണ്ടും ജനിച്ചിട്ടുണ്ടോ? യേശുവിന് വേണ്ടിയാണോ ജീവിക്കുക? യേശുവിൻ്റെ വചനത്തിലാണോ മുറുകെ പിടിക്കുക? അവരിലൂടെ യേശു സംസാരിക്കും. ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ മുഴുവൻ പീഡിപ്പിച്ച്, ക്രിസ്ത്യാനികളെയൊക്കെ ജയിലിലടച്ച്, ക്രിസ്ത്യാനികളെയൊക്കെ കൊന്നുകളഞ്ഞിരുന്ന സാവൂളായിരുന്ന യഹൂദൻ, വലിയ യഹൂദ മതത്തിലെ ഭക്തൻ, അവൻ യേശുവിൻ്റെ കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ പേര് മാറി അവൻ പൗലോസായി. ആദ്യം സാവൂളായിരുന്നു. സാവൂളായ ഭീകര മനുഷ്യൻ, ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ട് നടന്ന ഭീകര മനുഷ്യനായ സാവൂൾ, അവൻ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ പൗലോസായി മാറി. ആ പൗലോസ് പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവമാണ് ഞങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുക. ഒരു കാലത്ത് മതത്തിൻ്റെതായ തീക്ഷണതയിൽ അവന് ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് ജയിലിലടച്ച് കൊന്നുകളഞ്ഞ് ദൈവത്തിൻ്റെ ജനമാണെന്ന് അവൻ വിചാരിച്ചെങ്കിലും അവൻ ദൈവത്തിൻ്റെ ശത്രുവാണെന്ന് അറിയാൻ സാധിക്കാത്ത വിധത്തിൽ അവൻ്റെ ആത്മീയ കണ്ണുകൾ അടഞ്ഞിരുന്ന കാലത്ത് അവൻ പിശാചിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായിരുന്ന ആ മനുഷ്യൻ പൗലോസായി മാറിയപ്പോൾ അവൻ പറയുന്നു, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അംബാസഡറാണ്, ഞങ്ങളിലൂടെ ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പായിട്ട് യേശു തൻ്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് പിശാച് ഈ വചനവുമായിട്ട് അവൻ പറുദീസായിൽ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ഈ വചനത്തെ വളച്ചൊടിച്ച് ആദ്യ മതപിതാക്കന്മാരെ ജീവന്റെ വിഷത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞതുപോലെ അതേ പിശാച് ഇന്ന് വചനം പ്രസംഗിക്കാൻ വരുന്ന മനുഷ്യരെ ഉപയോഗിക്കാം. നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ വചനമെടുത്ത് വായിച്ചു നോക്കുക. എന്നെ കേൾക്കണ്ട, എന്നെ വിശ്വസിക്കണ്ട. ഞാൻ എന്തു പറയുന്നുണ്ടോ അത് ആ സ്ക്രീനിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചു നോക്കുക. വീട്ടിൽ ഇരുന്നുകൊണ്ട് വായിച്ചു നോക്കുക. നിങ്ങളോട് ആര് സംസാരിക്കുന്നോ, എന്തു സംസാരിക്കുന്നോ, ഇവിടെയുണ്ടോ, ഇവിടെ ഇല്ലാത്തതെല്ലാം നുണയാണ്. യേശു പറഞ്ഞു, ദൈവത്തിൻ്റെ വചനമാണ് സത്യം. അപ്പോൾ വചനമാണ് സത്യമെങ്കിൽ വചനത്തിലില്ലാത്തതെല്ലാം അസത്യമാണ്, നുണയാണ്. അപ്പം നിങ്ങൾ ആരെ വിശ്വസിക്കുന്നു? നിങ്ങളെ നയിക്കുന്നത് വചനമാണോ അതോ മനുഷ്യനാണോ? ഇത് വളരെ നിങ്ങളുടെ നിത്യജീവനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണിത്. നിങ്ങളോട് ആര് സംസാരിക്കുന്നു, എന്തു സംസാരിക്കുന്നു എന്ന് നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങളുടെ തന്നെ നിത്യരക്ഷയ്ക്ക് വേണ്ടി സൂക്ഷിക്കേണ്ടതാണ്. കാരണം വചനം പറയുന്നുണ്ട്, സാത്താൻ നുണയനാണ്, അവൻ നുണയൻ്റെ പിതാവാണ്. അവൻ അവൻ്റെതായ ബന്ധനത്തിൽ കഴിയുന്ന മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് അവൻ നുണ സംസാരിക്കും. അവന് തന്നെ ശുശ്രൂഷകരുണ്ട്. സാത്താനെ കുറിച്ച് വചനത്തിൽ കാണാൻ സാധിക്കും. അവൻ മനുഷ്യനെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് മാലാഖായുടെ വേഷം കെട്ടും. അവൻ്റെതായ ശുശ്രൂഷകരെ ആ വ്യക്തികൾ അറിയുന്നില്ലെങ്കിലും നന്മയുടെ രൂപത്തിൽ, നീതിയുടെ രൂപത്തിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് വന്ന് ഇതിൽ നുണ ചേർത്ത് നിങ്ങളെ വഴിതെറ്റിക്കുമെന്ന്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും കേൾക്കാൻ പോയാൽ, ആരെയെങ്കിലും കേൾക്കാൻ പോയാൽ നമുക്ക് എന്തുറപ്പാണ് നമ്മൾ കേൾക്കുന്നത് സത്യമാണെന്ന്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടേതായ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വചനം മനസ്സിലാക്കിയെങ്കിലേ, വചനത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിലേ നമുക്ക് വഴിതെറ്റാതെ വരത്തുള്ളൂ. കാരണം സാത്താന് ആദ്യ മതപിതാക്കന്മാരെ തെറ്റിച്ചത് വചനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. ഇന്നും വചനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു ജനസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക.
വചനത്തെക്കുറിച്ച് ചോദ്യം വരുന്നത് എപ്പോഴും പൈശാചികമാണ്. ഇതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹായിലൂടെ നമുക്ക് തന്ന താക്കീത്. സ്വർഗത്തിൽ നിന്നൊരു മാലാഖ പോലും വന്ന്, ഞങ്ങൾ തന്നെ വന്നു ഈ വചനത്തിന് വിരുദ്ധമായിട്ട് സംസാരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന്. അത്രമാത്രം ഗൗരവമുള്ളതാണിത്. ദൈവത്തിൻ്റെ വചനം മാത്രമേ സത്യമുള്ളൂ. കാരണം ദൈവം സത്യവാനാണെന്ന് വചനം രേഖപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വചനം മുഴുവനും സത്യമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സുഭാഷിതത്തിൻ്റെ പുസ്തകങ്ങളിൽ കാണാം. എവറി വേർഡ് ഓഫ് ഗോഡ് ഈസ് പ്രൂവൻ ടു ബി ട്രൂ. അതുകൊണ്ട് അതേ സുഭാഷിതത്തിൽ പറയുന്നു, നിങ്ങൾ ഈ വചനത്തോട് ഒരു വാക്കുപോലും കൂട്ടിച്ചേർക്കരുത്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ വചനത്തിൽ നിന്നും നിങ്ങളൊരു വാക്കെടുത്ത് മാറ്റുകയോ ഒരു വാക്ക് കൂട്ടിച്ചേർക്കുകയോ പാടില്ല. അതിനുള്ള അധികാരം ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. കാരണം മനുഷ്യൻ സ്വാഭാവികമായിട്ട് ജഡികമായി ജനിക്കുന്ന മനുഷ്യന് ജഡികമായ മനസ്സും ജഡികമായ ബുദ്ധിയുമാണുള്ളത്. ആ ബുദ്ധിയെക്കുറിച്ച് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, അത് പൈശാചികമാണ്, അത് അശുദ്ധമായ ബുദ്ധിയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവവചനമാകുന്ന ജ്ഞാനം വന്ന് നിറയുന്നത് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയിലാണ്. ആ വീണ്ടും ജനിച്ച വ്യക്തി മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം എനിക്കും നിങ്ങൾക്കും വിളമ്പി തരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചില വ്യക്തികളുടെ സ്ഥാനങ്ങൾ കണ്ടിട്ടോ അവരുടെ പഠനങ്ങൾ കണ്ടിട്ടോ അവരുടെ ഡിഗ്രി കണ്ടിട്ടോ അല്ല അവരെ കേൾക്കേണ്ടത്. ദൈവാത്മാവിനാൽ വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് യേശു നാമത്തെ ഉയർത്തിക്കാട്ടുന്ന, യേശു നാമത്തെ മാത്രം പ്രഘോഷിക്കുന്ന, യേശുവിനെ മാത്രം രക്ഷകനായിട്ടും നാഥനായിട്ടും കർത്താവുമായിട്ടും പ്രഘോഷിക്കുന്ന, യേശു ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യുന്ന, യേശു പ്രസംഗിച്ച അതേ സുവിശേഷം പ്രസംഗിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്, യേശു കൊടുത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കുന്നവൻ, പിശാചുക്കളെ പുറത്താക്കുന്നവൻ. ദൈവവചനം പറയുന്നു, ഒരു അപ്പസ്തോലന്റെ അടയാളങ്ങൾ അവൻ്റെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും. ദൈവത്തിൻ്റെ സത്യവചനം മായം ചേർക്കാതെ യേശുവിനെ ഉയർത്തിക്കാട്ടുന്ന ഏതു വചനപ്രഘോഷകന്റെയും വചനത്തെ യേശു അവൻ്റെ കൂടെ നടന്നു നീങ്ങി അവൻ പ്രസംഗിക്കുന്ന വചനത്തെ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കാനായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ആത്മീയ കണ്ണുള്ളവർക്ക് ഇന്ന് ലോകത്തിൽ അനേകം ദൈവദാസന്മാരിലൂടെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന് നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് തർക്കിച്ച് വാദിച്ച് അതില്ല എന്ന് നമ്മൾ എത്ര ബുദ്ധിപൂർവം നമ്മൾ അതിനൊക്കെ കാരണങ്ങൾ കൊണ്ടുവന്നാലും സത്യവചനം പറയുന്നു, വിശ്വാസികളുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സത്യത്തിൻ്റെ വചനമാണ് പ്രസംഗിക്കുന്നത്. ഒരു ശുശ്രൂഷകൻ വന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ യേശു ആ വ്യക്തി പ്രസംഗിച്ച വചനം താൻ പറയുന്ന വചനമാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഒപ്പിട്ട് കൊടുക്കുന്നത് പോലെ യേശു തൻ്റെ സിഗ്നേച്ചർ ഇട്ട് തരുന്നതാണ് അവൻ പ്രസംഗിച്ച വചനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുക. അങ്ങനെയുള്ള വചനങ്ങൾ കേട്ടെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ പ്രിയപ്പെട്ടവരെ.